ഹലോ എവ്രി വൺ, ഞാനിന്ന് പോകുന്നത് ഖരാമയിലൊരു ഹിഡൻ പ്ലേസിലേക്കാണ് കേട്ടോ. മാംഗ്ലൂരിയൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കുറേ കാര്യങ്ങളൊക്കെ കോംബോസൊക്കെ ഉണ്ട്, കുറച്ച് വെറൈറ്റി. എന്തായാലും ഞാൻ പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അമ്മേ, ഇതാണ് കാനറ റെസ്റ്റോറൻറ്റ്. ഹിഡൻ സ്പോട്ട് ആയതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആഹാ, അപ്പം ഞാൻ മാംഗ്ലൂർ റെസ്റ്റോറൻറ്റിൽ വന്നാൽ ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്നൊരു സംഭവമാണ് നീർദോശ. അതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം നീർദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫേമസ് ആണ് മട്ടൻ ഗ്രീൻ മസാല കറി, അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കടമ്പിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മളെ കാസർഗോഡ് മംഗലാപുരക്കാരും ഉള്ളൊരു കോമ്പിനേഷനാണ്. ചമ്മന്തി, ബ്ലാക്ക് ചന, പപ്പടം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയില്ല. പക്ഷേ ഞാൻ സൂര്യോളജി എന്ന് പറയുന്ന റീൽസ് കണ്ടിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാം. ഗൈസ്, ഇവിടെ ചായ ഇല്ല. പറയേണ്ടത് ഞാൻ പറയുന്നു. ചായ ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമായി. ബിക്കോസ് നമ്മൾ ചായൻ്റെ ആൾക്കാരാണല്ലോ. ചാക്കിട്ട് കഴിക്കലാണ് പതിവ്. എനിക്കുള്ളതാണോ ഇപ്പോൾ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. എല്ലാവരും ചിരിക്കും, ഇതുള്ളതാണോ. പപ്പടത്തിനാ ഇങ്ങനെ കഴിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചോ. अच्छा, बहुत अच्छा. हाय वाह, सेम കടമ്പ്. നീർദോശ, ഗൈസ് ആവി പറിക്കുന്ന കറി. ആവി എടുത്തു. നീർദോശ, കടമ്പ്. അപ്പം ഞാൻ ദോശയും ഗ്രീൻ കറി. ഇത് പിസ്താഷ്യൂ കറിയാണെന്നല്ല പറയുന്നത്. എക്സ്പ്രഷൻ ഇടുമ്പോൾ എല്ലാം നോക്കാം. ദിസ് ഈസ് സോ ഗുഡ്. എന്തോ ഒരു നോസ്റ്റാൾജി എൻ്റെ ഉമ്മാൻ്റെ കറിയൊക്കെ ഫീൽ വരുന്നുണ്ട്. ഗൈസ്, ദോശ വിത്ത് നീർദോശ വിത്ത് മട്ടൻ ഗ്രീൻ മസാല കറി ശരിക്കും ഒരു രക്ഷയില്ല. എനിക്ക് എന്തോ ഒരു നോസ്റ്റാൾജി ഫീലൊക്കെ. എൻ്റെ ഉമ്മാൻ്റെ കറിയൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, അല്ല ഓർമ്മ വരുന്നുണ്ട്. മസ്റ്റ് ട്രൈ കേട്ടോ ഈ കറി. വാവ്, വെരി ഗുഡ്. അടിപൊളി, വെരി അടിപൊളി. ഗൈസ്, ഇത് ടേസ്റ്റാണെന്നറിയോ? അത് മാത്രമല്ല, മട്ടനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. വാ, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഈ കറി. ഈ കറീൻ്റെ കൂടെ ഇഡ്ഡലി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റീലിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ടേസ്റ്റ് നോക്കണം. എന്നാലും ഈ കറീൻ്റെ കൂടെ എന്ത് കഴിച്ചാലും അടിപൊളിയായിരിക്കും. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, बहुत अच्छा, बहुत टेस्टी आ रही है. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലി വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഈ കറീൻ്റെ കൂടെ കറി ഇങ്ങനെ ഇഡ്ഡലീൻ്റെ മേലിൽ ഇങ്ങനെ വയ്ക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ അല്ലാ നല്ല ചൂടുണ്ട്. വാവ്, ഇത് ടേസ്റ്റ് ಬಹುತ್ अच्छा. ಹಿಂದಿಯೊಳಗೆ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಕನ್ನಡದಲ್ಲಿ ಹೊಡೆಯ ಈ ಒಂದು ಕೋಂಬೋ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ನನಗೆ ತುಂಬ ಇಷ್ಟ ಆಯಿತು. ഇഡ്ഡലി വിത്ത് ദാറ്റ് കറി ഒരു രക്ഷയില്ല കേട്ടോ. ആ കറീൻ്റെ കൂടെ
കടുമ്പ ആയാലും നെയ്ദോശ ആയാലും എല്ലാം നല്ല രസമുണ്ട്. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം. ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് 2 വന്ന് ഇങ്ങനെ നടന്ന് വന്നാൽ ഒരു മാക്സിമം 5 മിനിറ്റ്സ് അല്ല മാക്സിമം 10 മിനിറ്റ്സ് വന്നാൽ ഇവിടെ എത്തും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സൂഡിയോളജി എന്ന് പറയുന്ന അല്ലേ, സൂഡിയോളജി ആണോ, അവരെ റീൽസ് കണ്ടിട്ടാണ് വന്നത് കേട്ടോ. പുള്ളി പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഗൈസ്, അൽഹംദുലില്ലാ, ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫുഡ്. അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ചോളൂ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.